പശ്ചിമ ബംഗാളിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിപക്ഷത്തിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. കഴിഞ്ഞ ദിവസം അക്രമം നടത്തിയത് വിദ്യാർത്ഥികളോ സംഘടനയുമായി ബന്ധപ്പെട്ടവരോ അല്ലെന്നും പുറത്തുനിന്നെത്തിയവരാണെന്നുമാണ് മമത ആരോപിക്കുന്നത്. BJP DYFI പ്രവർത്തകർ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും മമത കുറ്റപ്പെടുത്തുന്നുണ്ട്. ദേശീയ പതാകയുമായി നിൽക്കുന്നവരെ ആൾക്കൂട്ടത്തിൽ കാണാമായിരുന്നു. ഇവർ BJP പ്രവർത്തകരാണ്. ചിലർ വെള്ളയും ചുവപ്പും കൊടി പിടിച്ചു നിൽക്കുന്നവരാണ്. അവർ DYFIക്കാരും. മാത്രമല്ല പോലീസും ആക്രമിക്കപ്പെട്ടുവെന്നാണ് മമത വിമർശിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ക്ഷമ കൈവിടാതിരുന്ന പോലീസുകാരെ ഞാൻ അഭിനന്ദിക്കുന്നു. ആരെയും അവർ വേദനിപ്പിച്ചില്ല. ഇപ്പോൾ കേസ് ഞങ്ങളുടെ കയ്യിലല്ല, CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയി CBIയോട് പറയൂ. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നതാണ് മമതയുടെ വാദം. അതേസമയം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മമതയുടെ രാജി ആവശ്യപ്പെട്ട് BJP രംഗത്തു വന്നു. ക്രമസമാധാന പാലനത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സുകാന്ത മജുംദാർ കുറ്റപ്പെടുത്തി. പ്രതിഷേധ സൂചകമായി വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച മെഴുകുതിരി റാലി നടത്തിയിട്ടുണ്ട്. ആശുപത്രിക്ക് സമീപം കുത്തിയിരിപ്പ് പ്രകടനം നടത്തുമെന്നുമാണ് നേതാക്കൾ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു ഡോക്ടർമാരുടെ സമരവേദിയിലേക്ക് ഒരു സംഘം പേർ ഇരച്ചു കയറിയത്. ഇവർ സമരവേദി അടിച്ചു തകർക്കുകയും സമരം ചെയ്ത വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം അടക്കം ഇവർ പൂർണ്ണമായും തകർത്തു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപും ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മമതാ ബാനർജി എത്തിയിരുന്നു. തന്നിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ CPM-ഉം BJP-യും ചേർന്ന് ബംഗാളിൽ ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആരോപിച്ചിരുന്നു. CBI അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും സത്യം തെളിയേണ്ടത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്നും മമത പറഞ്ഞിരുന്നു. വിഷയത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചെങ്കിലും സംശയാസ്പദമായ പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നതെന്നും അവർ ആരോപിച്ചു. കൂടാതെ സഖ്യകക്ഷികളായ കോൺഗ്രസിനെയും CPM-നെയും അവർ കടന്നാക്രമിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മമതയുടെ പ്രധാന ചോദ്യം. കൂടാതെ ബംഗാളിൽ CPM-നെ ഭരണകാലത്ത് എത്ര ഹീനമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരുന്നതെന്നും അവർ ചോദിച്ചു. എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുണ്ട്, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്? എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? CPM-ന്റെ ഭരണത്തിന് കീഴിൽ നിരവധി ഹീനമായ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു. അന്നത്തെ സർക്കാർ നിശബ്ദമായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയുമില്ല. ആളുകൾ അത്ര ബോധവാന്മാരുമായിരുന്നില്ല എന്നാണ് മമത ആരോപിച്ചത്. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ഇടതുപക്ഷ നേതാവും മുൻ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയെയും അവർ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. 2000 മുതൽ 2011 വരെ അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോൾ ഒരുപാട് ഹീനമായ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്നാണ് മമതാ ബാനർജി എടുത്തു പറഞ്ഞത്. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് മമത മറുപടി പറഞ്ഞത്. ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിന് പകരം കുറ്റവാളിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നായിരുന്നു സംഭവം നടന്ന ആശുപത്രിയെയും പ്രാദേശിക ഭരണകൂടത്തെയും പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. തന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ച BJP-യെയും മമത രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. തന്നെ എത്ര വേണമെങ്കിലും അധിക്ഷേപിക്കൂ എന്ന് പറഞ്ഞ മമത സോഷ്യൽ മീഡിയയിൽ ആളുകൾ അപവാദ പ്രചരണം നടത്തുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ബംഗാളിൽ ആഭ്യന്തരം, പോലീസ്, ആരോഗ്യ വകുപ്പുകൾ കൈവശം വെച്ചിരിക്കുന്ന മമതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. കൊൽക്കത്തയിലെ RG കാർ ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് PG വിദ്യാർത്ഥിനിയായ യുവ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായാണ് കണ്ടെത്തിയത്. കേസിൽ കൊൽക്കത്ത പോലീസിലെ സിവിൽ വോളണ്ടിയർ സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്.